ലയോ 14 പാപ്പ വലിയ മുക്കുവനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഇന്നേക്ക് 1 വർഷം പൂർത്തിയാകുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ ദേഹവിയോഗത്തെ തുടർന്ന് കൂടിയ കോൺക്ലേവിന്റെ 2ാം ദിവസമായ 2025 മെയ് 8 കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റ് കത്തോലിക്ക സഭയിലെ 267ാമത്തെ പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാ വിധത്തിലുള്ള മാനുഷിക സാധ്യതകളെയും അതിലംഘിക്കുന്ന വിധത്തിലുള്ള ദൈവിക ഇടപെടലിന്റെ നേർസാക്ഷ്യമെന്ന് മാത്രമേ ആ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാനാവൂ. കാരണം വളരെ അപ്രതീക്ഷിതമായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. അമേരിക്കക്കാരനായ ഒരു വ്യക്തി ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുക എന്നത് മനുഷ്യന്റെ ആലോചനകൾക്ക് വഴങ്ങുന്നതായിരുന്നില്ല. പക്ഷെ സംഭവിച്ചത് അതായിരുന്നു. ഞാനൊരു അമേരിക്കക്കാരനാണ്, എന്നെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു കോൺക്ലേവിൽ പങ്കെടുത്തപ്പോൾ കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റ് സുഹൃത്തായ കർദിനാളിനോട് പറഞ്ഞിരുന്നത് പോലും. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അതുകൊണ്ടാണ് അന്ന് സിസ്റ്റൈൻ ചാപ്പലിൽ നിന്നുള്ള വെള്ളപ്പുക ഉയർന്നപ്പോൾ കർദിനാൾ പ്രോട്ടോഡീക്കനായ കർദിനാൾ ഡൊമിനിക് മെമ്പർട്ടി സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സെൻട്രൽ ലോഗിയിൽ നിന്ന് ആദ്യമായി ഹബെമൂസ് പാപ്പം പ്രഖ്യാപനം നടത്തിയ നിമിഷം പരമ്പരാഗതമായ പേപ്പൽ സ്റ്റോളും മൊസറ്റയും ധരിച്ച് കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റ് ലയോ 14 പാപ്പയായി പ്രത്യക്ഷപ്പെട്ടത്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള 2ാമത്തെ പാപ്പയായി, അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ നിന്നുള്ള ആദ്യ പാപ്പയായി ലയോ 14 പാപ്പ മാറുകയായിരുന്നു. മെയ് 18 തീയതിയായിരുന്നു ലയോ 14 എന്ന പേര് സ്വീകരിച്ച് കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത്. ഐക്യത്തിനും സ്നേഹത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ളതായിരുന്നു ലയോ 14 പാപ്പയുടെ ഉദ്ഘാടന പ്രസംഗം. യാതൊരു യോഗ്യതയുമില്ലാതെയാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മൾ എല്ലാവരും ഏക കുടുംബത്തിൽ ഒന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവസ്നേഹത്തിന്റെ പാതയിൽ നിങ്ങളോടൊപ്പം ചരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും ദാസനാകാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരനായി ഞാൻ ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നു എന്ന് പറഞ്ഞ പാപ്പ ഒത്തൊരുമിച്ച് ഒരു ജനതയായി സഹോദരങ്ങളെ പോലെ നമുക്ക് ദൈവത്തിലേക്ക് നടന്നു നീങ്ങാം, പരസ്പരം സ്നേഹിക്കാമെന്നും ആഹ്വാനം മുഴക്കി. ഇൻ ദ വൺ വി ആർ വൺ എന്നതായിരുന്നു പാപ്പയുടെ ആപ്തവാക്യം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2 ലക്ഷത്തിലധികം പേരാണ് ലയോ പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തത്. റോമിന്റെ മെത്രാന്റെ സ്ഥാനിക ദേവാലയവും കത്തീഡ്രലുമായ സെയിന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ 2025 മെയ് 25 തീയതി പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടായിരുന്നു ലയോ പാപ്പ റോമിന്റെ മെത്രാൻ പദവി ഏറ്റെടുത്തത്. ഫ്രാൻസിസ് പാപ്പയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു ലയോ പാപ്പയുടെ ആദ്യ സന്ദേശം തന്നെ. തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ മേരി മേജർ ബസിലിക്കയിലെത്തി ഫ്രാൻസിസ് പാപ്പയുടെ ഖബറിടത്തിൽ വെള്ള റോസാ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ലയോ പാപ്പയെയാണ് ലോകം കണ്ടത്. 1 വർഷത്തിനിടയിൽ ലയോ പാപ്പ നടത്തിയ ആദ്യ വിശുദ്ധപദ പ്രഖ്യാപനങ്ങൾ കാർലോ അക്വിറ്റസിന്റെയും പിയർ ജോർജിയോ ഫ്രെസാറ്റിയുടെയുമായിരുന്നു. മുൻഗാമിയായ ഫ്രാൻസിസ് പാപ്പ നടത്തേണ്ടിയിരുന്നതും എന്നാൽ നടക്കാതെ പോയതുമായ തുർക്കി ലെബനോൻ സന്ദർശനമായിരുന്നു ലയോ 14 പാപ്പ നടത്തിയ ആദ്യത്തെ അന്താരാഷ്ട്ര അപ്പസ്തോലിക പര്യടനം. നവംബർ 27 മുതൽ ഡിസംബർ 2 വരെ നടത്തിയ ആ യാത്ര മതാന്തര സംവാദത്തിനും എക്യുമെനിക്കൽ കൂട്ടായ്മകൾക്കും വേണ്ടിയുള്ളതായിരുന്നു. നിക്യ കൗൺസിലിന്റെ 1700ാമത് വാർഷികം പ്രമാണിച്ച് എക്യുമെനിക്കൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തതും പാത്രിയർക്കീസ് ബർത്തലോമിയോ ഒന്നാമനുമായി കണ്ടുമുട്ടിയതും ഈ യാത്രയിലെ സവിശേഷതകളായിരുന്നു. ലയോ പാപ്പയുടെ ഏറ്റവും ദൈർഘ്യമുള്ള അപ്പസ്തോലിക യാത്ര 2026 ഏപ്രിൽ 13 മുതൽ 23 വരെയായിരുന്നു. 10 ദിവസം നീണ്ട യാത്രയിൽ 4 രാജ്യങ്ങളാണ് പാപ്പ സന്ദർശിച്ചത്. അൾജീരിയ, കാമറൂൺ, അങ്കോള, ഇക്വറ്റോറിയൽ ഗിനിയ എന്നിവയായിരുന്നു പ്രസ്തുത രാജ്യങ്ങൾ. മാർച്ചിൽ ഒരൊറ്റ ദിവസത്തേക്കുള്ള മൊണാക്കോ സന്ദർശനവും പാപ്പ നടത്തിയിരുന്നു. ഈ വർഷം തന്നെ പാപ്പ നടത്താൻ പോകുന്ന മറ്റൊരു അപ്പസ്തോലിക യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജൂൺ 6 മുതൽ 12 വരെയുള്ള സ്പെയിൻ യാത്രയാണ് അത്. കത്തോലിക്ക സഭയിൽ ദീർഘകാലം നിലനിന്നിരുന്നതും ആഭ്യന്തര ചർച്ചകൾക്ക് വഴിയൊരുക്കിയതുമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് അന്തിമ വിരാമം കുറിച്ചുകൊണ്ടുള്ള ശക്തമായ നിർദ്ദേശ
സന്ദേശം നൽകാനും പാപ്പയ്ക്ക് ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിനൊപ്പം മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കരുത് എന്നായിരുന്നു വിശ്വാസി സമൂഹത്തിന്റെ അമ്മ എന്ന പ്രബോധന കുറിപ്പിലൂടെ പാപ്പ വിശ്വാസി സമൂഹത്തെ ഓർമ്മിപ്പിച്ചത്. ലയോ പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനം മെയ് 15 പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തന്റെ പേര് സ്വീകരണത്തിന് കാരണക്കാരനായ ലയോ 13 പാപ്പയുടെ പ്രസിദ്ധ ചാക്രിക ലേഖനമായ റേരും നൊവാരും പ്രകാശനം ചെയ്യപ്പെട്ടതും 1891 മെയ് 15 എന്ന പ്രത്യേകത കൂടി ഉണ്ട്. 1-ാം വാർഷിക ദിനത്തിൽ ഇറ്റലിയിലെ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പോംപെയിലായിരിക്കും പാപ്പ. പോംപെ മാതാവിന്റെ തിരുനാൾ ദിനം കൂടിയാണ് അന്ന്. സുവിശേഷം പ്രസംഗിക്കുക മാത്രമാണ് തന്റെ ദൗത്യമെന്ന് ലോകത്തോട് ഇതിനകം പലതവണ ലയോ 14 പാപ്പ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സമാധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് ഈ കാലയളവിൽ മുഴുവൻ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏത് രാജ്യമെന്ന് മുഖം നോക്കിയല്ല, ലോകം മുഴുവൻ സമാധാനം നിറയാൻ വേണ്ടിയാണ് പാപ്പയുടെ ശ്രമം. ലോക സമാധാനത്തിന് വേണ്ടി പാപ്പയുടെ നേതൃത്വത്തിൽ വത്തിക്കാനിൽ ഏപ്രിൽ 11 പ്രാർത്ഥനാ ദിനം നടത്തിയതും ഇതോട് ചേർത്ത് വേണം വായിക്കാൻ. അതുകൊണ്ടാണ് സമാധാനം അന്വേഷിക്കാത്തവരോട് ദൈവം കണക്ക് ചോദിക്കുമെന്ന് വരെ പറയാൻ അദ്ദേഹത്തിന് മടിയില്ലാത്തത്. സമാധാന ഭഞ്ജകരോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം പുലർത്തുന്ന അദ്ദേഹത്തിന്റെ സമീപനം ചില ലോക നേതാക്കളെ വിറളി പിടിപ്പിച്ചപ്പോഴും സമാധാന രാജാവായ ക്രിസ്തുവിന്റെ അനുയായിയായി സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ അജപാലന ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലയോ 14 പാപ്പ. അതോടൊപ്പം സ്വവർഗ വിവാഹത്തിനെതിരെയും ഗർഭചിത്രങ്ങൾക്കെതിരെയും പാപ്പ ആവർത്തിച്ച് സ്വരമുയർത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ ജനിച്ച് US, പെറു, വത്തിക്കാൻ പൗരത്വങ്ങൾ സ്വന്തമാക്കിയ, പെറുവിൽ നിന്ന് വിശുദ്ധ പത്രോസിന്റെ സിംഹാസനം വരെ എത്തിയ കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റിനെ ലയോ 14 പാപ്പയാക്കിയ വഴിത്താരയിൽ ദൈവിക ഇടപെടലും പദ്ധതികളും ഇഴചേർന്ന് കിടക്കുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിനും അതിനാവശ്യമായ ഇടയന്മാരെ നൽകുമെന്ന തിരുവചനത്തിന് അനുസൃതമായി നമ്മുടെ കാലത്തിന് ഇതുപോലൊരു പാപ്പയെ നൽകിയ സ്വർഗീയ പിതാവിന് നമുക്ക് നന്ദി പറയാം. പിന്നിട്ട് വന്ന ഒരു വർഷക്കാലം ആഗോള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത്. ഇനിയുള്ള കാലം അതിനേക്കാൾ മനോഹരമായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലയോ 14 പാപ്പയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവം നേരുന്നു.